സീക്രട്ട് ഏജന്റ് അല്ലെങ്കിൽ സായി കൃഷ്ണൻ വേഴ്സസ് അഖിൽ മാരാറാണ് സുഹൃത്തുക്കളെ ഇപ്പൊ നടന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നങ്ങൾ എവിടെ വെച്ചാണ് ഉണ്ടായെന്ന് നോക്കണമെങ്കിൽ നമ്മുടെ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് ഈ മീഡിയക്കാർ വന്നിട്ട് ഓരോന്നൊക്കെ ചോദിക്കില്ല. അപ്പൊ ചോദിക്കുന്ന കൂട്ടത്തിൽ ഇവരൊരു സാധനം അങ്ങ് എടുത്തിട്ട്, അതായത് നമ്മുടെ അഖിൽ മാരാറിന്റെ മറ്റേ വിഷയം ഉണ്ടല്ലോ, അഖിൽ മാരാർ ബിഗ് ബോസിനെതിരെ പറഞ്ഞ ആരോപണങ്ങൾ, ആ ഒരു സംഭവമൊക്കെ, അപ്പൊ ആ ഒരു വിഷയം നേരെ ഈ സീക്രട്ട് ഏജന്റിനോട് അങ്ങനെ ചോദിച്ചു. അപ്പൊ സീക്രട്ട് ഏജന്റ് ഒരു സംഭവം തിരിച്ചു പറഞ്ഞ്, അതായത് പുള്ളിക്ക് ഈ ഒരു വിഷയങ്ങളെല്ലാം അറിയാത്തതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരൻ ഒരു സംഭവം അങ്ങനെ പറഞ്ഞു, അതായത് അഖിൽ മാരാർ അപ്പൊ ഇതേപോലെ ചെയ്തിട്ടാണോ കപ്പടിച്ചത് എന്നുള്ള രീതിക്കുള്ള ഒരു ഡയലോഗ് പറഞ്ഞു. അപ്പൊ ഈ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന് റിപ്ലൈ ആയിട്ട് അഖിൽ മാരാർ പിന്നെ ഒരു ലൈവ് ഇടുന്നു, എന്നിട്ട് അതിന് റിപ്ലൈ ആയിട്ട് പിന്നെ സീക്രട്ട് ഏജന്റ് ഇതിടുന്നു. അപ്പൊ നമുക്ക് ആ ഒരു സീക്രട്ട് ഏജന്റിന്റെ ആ ഒരു സംഭവം നമുക്കൊന്ന് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഈ വായ്ത്താളത്തിന്റെ അങ്ങേ അറ്റമായ സായി ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നിട്ട് എന്താണ്, ഏതാണ്, ഏത് രീതിയിലാണ് അവൻ അവിടെ നിന്നതും പിടിച്ചതും ഒക്കെ എല്ലാവരും കണ്ടതുമാണ്. സമൂഹം മുഴുവൻ അവനെ പരിഹസിച്ചതും എല്ലാവരും കണ്ടതാണ്. ഈവൻ അവനെ ഇന്നലകളിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ പോലും അവനെന്ന് പറയുന്ന ഒരാളുടെ കഴിവില്ലായ്മയിൽ അല്ലെങ്കിൽ അവന്റെ പുറത്തുള്ള ഗുണവധികാരവും അകത്തുള്ള പ്രവൃത്തിയും എല്ലാം കണ്ടിട്ടുള്ളതാണ്. എന്നിട്ട് വീണ്ടും പുറത്തിറങ്ങിയിട്ട് താളമടി ഒരു അല്പം ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. താളമൊക്കെ അടിക്കാമായിരുന്നു, കുറച്ചൊക്കെ താളം അടിക്കാമായിരുന്നു, എന്തെങ്കിലും കൊള്ളാവുന്ന ഒരു മിനിറ്റ് കണ്ടെങ്കിലും അവന്റെ എന്ന പേരിൽ പുറത്ത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ താളമടിക്ക് ഒരു ഇച്ചിരിയെങ്കിലും, അതായത് ഞാൻ പറഞ്ഞ എന്തെങ്കിലും ചെയ്യാം. എന്റെ ഒരു മിനിറ്റ് അല്ലേ, എന്റെ എൻറ്റയർ സീസൺ ഞാൻ കണ്ടത് വെച്ചിട്ട് എനിക്ക് ഇതിലും വലിയൊരു പോസിറ്റീവ് ഇല്ല മാൻ. ഞാൻ റെക്ടിഫൈ ചെയ്ത കാര്യങ്ങളും എൻ്റെ ലൈഫിലേക്ക് ഞാൻ കൊണ്ടുവന്ന കാര്യങ്ങളും സായി കൃഷ്ണൻ ഈസ് വെരി ഹാപ്പി. പുറത്തിറങ്ങുന്ന സമയത്ത് അമ്മമാരും കുട്ടികളും വരുമ്പോൾ ആ ഹാപ്പിനെസ് എനിക്ക് അറിയില്ല. നിന്നെ പോലെ കണ്ണടയിട്ട് മറ്റേ 2 തൊറ്റ കൊടുത്ത് ജാട പിടിച്ച് നടക്കുന്ന സ്കീം, നീ അതല്ല റിയൽ ലൈഫിന് വേണ്ടേ. നീ റിയൽ ലൈഫും ഫേക്ക്. നിന്റെ ഞാൻ പണ്ടുണ്ടാകുന്ന സ്റ്റേജിലാണ് ഇപ്പോൾ അഖിൽമാരായിരിക്കുന്നത്. എവിടെയൊക്കെ പൊങ്ങച്ചും കാണിക്കാൻ പറ്റും ആട്ടി അടിച്ച് എല്ലായിടത്തും പൊങ്ങച്ചും കാണിച്ച് എല്ലാം എന്തിനടി നിലത്ത് പാട് എന്തിന്. ഞാൻ അങ്ങനെ മതിയായിട്ട് ഇട്ടിട്ട് പോയ ഒരുത്തനാണ്, മനസ്സിലായി. ആ ലെവലിൽ നിന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയത്. കാരണം നമുക്ക് എൻ്റെ ഓഫ് വരുന്ന സമയത്ത് അത്രേ ഉള്ളൂ നമുക്ക്. പറയുമ്പോൾ വൻ ഡയലോഗും കാര്യങ്ങളൊക്കെ പറയാൻ വല്ല കാര്യമില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കുറേ കാര്യങ്ങൾ റെക്ടിഫൈ ആണ്. ഞാൻ ആ റെക്ടിഫൈ ചെയ്യുന്ന സാധനത്തിലാണ് പോയത്. എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കുകൾ ഒരുപാട് പറ്റിയിട്ടുണ്ട്. അതൊക്കെ മാറ്റി എനിക്ക് എൻ്റെ ഫാമിലി, എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ ഫ്രണ്ട്സ് ഞാൻ എന്താണെന്നുള്ളത് തിരിച്ചു പിടിക്കാൻ പോയി. അത് ഞാൻ കൃത്യമായിട്ട് എൻജോയ് ചെയ്ത് വന്നു. അവിടെ എനിക്ക് 10 പേര് എൻ്റെ വീഡിയോ കണ്ടിട്ട് 1 മിനിറ്റ് എൻ്റെ 1 മിനിറ്റ് ഫുട്ടേജ് എങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ മാത്രം നീ ഈ സീസണെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ഡയലോഗ് അടിച്ചവനാ. എന്നിട്ട് പിന്നെ എൻ്റെ 1 മിനിറ്റ് ഫുട്ടേജ് ഉണ്ടോ നീ അപ്പം എൻ്റെ ഈ സീസൺ കാണാതെ എൻ്റെ ഫുട്ടേജ് നീ എവിടെ കാണൂടി? അപ്പോൾ അവിടെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ ഈ സീസൺ കണ്ടിട്ടില്ല, ഞാൻ FB-ലോ റീലോ മാത്രം കാണുന്നു, എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല എന്ന് നേരത്തെ പറഞ്ഞാൽ ഇപ്പുറത്ത് വന്നിട്ട് പറയാം. വായ്ത്താളത്തിന്റെ അപ്പോസ്തലനായ സായി കൃഷ്ണൻ അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് അതിനകത്ത് പോയി എന്ന് കാണിച്ചു, അങ്ങനെ കാണിച്ചു. അങ്ങനെ എനിക്ക് കപ്പ് കിട്ടി കാണും. എനിക്കും കിട്ടിയടി, ഞാനും എടുത്തു വെച്ചിട്ടുണ്ട്. മണി ബോക്സ്, കല്ല്, കുറെ ഒന്നുമില്ല, ഫുൾ മറ്റേ ഫിസിക്കലി ആ ലെവൽ വരെ എത്തിയിട്ട് അവിടെയും TTF ടിക്കറ്റ് ഫിനാലിൽ സെക്കൻഡ് പൊസിഷനിൽ ഉണ്ട് സായി കൃഷ്ണൻ. മനസ്സിലായ? ഞാനായിട്ട് ഇറങ്ങി പോകുന്നതാണ്. അതെന്റെ ഒരു സംഗതി. അതായത് ഞാൻ ചെയ്യാൻ തോന്നി ഞാൻ ചെയ്തു, എന്റെ ഇഷ്ടം. ഓക്കെ, അപ്പൊ അതാണ് സായിയുടെ മറുപടി. അപ്പൊ ഈ ഒരു സംഭവം അതായത് സീക്രട്ട് ഏജന്റ് എങ്ങനെ ഉണ്ടായി ബിഗ് ബോസിന്റെ അകത്ത് എന്ന് എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഭയങ്കര താല്പര്യമുള്ള, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതായത് അങ്ങനത്തെ ഒരു കണ്ടസ്റ്റന്റ്, അതായത് അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുക്കാതെ അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷെ ചില മൂവ്മെന്റ്സ് ഉണ്ട്, അതായത് പുള്ളിക്കാരൻ്റെ ഇപ്പൊ ആ വീട്ടുകാർ വന്നതാണെങ്കിൽ അല്ലെങ്കിൽ ആ അച്ഛനായിട്ട് സംസാരിക്കുന്നതാണെങ്കിലും അങ്ങനത്തെ ചില മൂവ്മെന്റ്സ് എനിക്ക് പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമാണ് അതിനകത്ത് ഉണ്ടായത്. പക്ഷെ പുള്ളിക്കാരൻ എൻ്റയർലി നോക്കണമെങ്കിൽ എനിക്ക് ആ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഈ സീക്രട്ട് ഏജന്റിന് വലിയ താല്പര്യം ഉണ്ടായില്ല. അപ്പൊ ഈ സീക്രട്ട് ഏജന്റ് അതിന്റെ അകത്ത് എന്ത് ചെയ്തു എന്നാണ് ഇവിടെ അഖിൽ മാരാർ ചോദിക്കുന്നത്. അതായത് അതിന്റെ അകത്ത് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ പുറത്തു വന്നിട്ട് എന്നെ വിമർശിക്കൂ എന്നുള്ള രീതിക്കാണ് ഈ അഖിൽ മാരാർ പറയുന്നത്. അതിനകത്ത് ഭയങ്കര കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നുള്ള കാര്യം എന്താണ്, അതിന്റെ അകത്ത് ചെയ്തവർക്ക് മാത്രമേ, എന്തെങ്കിലും ചെയ്ത് കണ്ടന്റ് കൊടുത്തവർക്ക് മാത്രമേ പുറത്തിറങ്ങി ബാക്കിയുള്ളവരെ വിമർശിക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിയമമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അഖിൽ മാരാർ ഇവിടെ പറഞ്ഞതിനകത്ത് എനിക്ക് വലിയ ന്യായം ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ സീക്രട്ട് ഏജന്റ് ആസ് എ കണ്ടസ്റ്റന്റ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വലിയ താല്പര്യമില്ല. ഇനി ഈ സീക്രട്ട് ഏജന്റിന്റെ ഈ ഒരു വീഡിയോന് റിപ്ലൈ ആയിട്ട് അഖിൽ മാരാർ വേറൊരു സംഭവം ഇട്ടിട്ടുണ്ട്. അതാണെങ്കിൽ ഊക്കറ്റ് ഇറ്റ് സ്പീക്ക് എന്നൊക്കെ പറയാം. അപ്പൊ അത് അമ്മാതിരി ഒരു സാധനമാണ്, നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടുനോക്കാം. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം എന്നെ സംബന്ധിച്ച് ഉന്മാദത്തിന്റെയും ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും ആത്മനിർവൃതിയുടെയും ഒക്കെ തന്നെ അത്യുന്നതങ്ങളായ ശൃംഗങ്ങളുടെ ഉയരങ്ങളിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. കാര്യം, ഞാൻ രാവിലെ എണീറ്റ സമയത്ത് എനിക്ക് 1-2 യൂട്യൂബ് ലിങ്കുകൾ എൻ്റെ സുഹൃത്തുക്കൾ അയച്ചു തന്നു. അളിയൻ കേട്ടിരുന്നോ, സീക്രട്ട് ഏജന്റ് അളിയനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഒരു നിമിഷം ഒന്ന് സംശയിച്ചു. ഇദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യൻ, സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് നാസ പുതിയ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഉസൈൻ ബോൾട്ട് ഒളിമ്പിക്സിൽ വിജയിച്ചു കഴിയുന്ന സമയത്തും മൈക്കൽ ഫെൽപ്സ് നീന്തലിൽ വിജയിച്ചു കഴിഞ്ഞ സമയത്തും, അതല്ല എന്നുണ്ടെങ്കിൽ ആൽഫ്രഡ് ഹിച്ച്കോക്കിനെയും അല്ലെങ്കിൽ നമ്മുടെ ഡെൻസിൽ വാഷിംഗ്ടനെയും ഒക്കെ പോലെയുള്ള വലിയ പ്രഗത്ഭന്മാരായ നടന്മാർ അഭിനയിച്ചു കഴിയുമ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിലയിരുത്തുന്ന ഒരു വലിയ മനുഷ്യനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ അറിഞ്ഞുകൂടാത്ത വിഷയങ്ങളൊന്നുമില്ല. അപ്പൊ ഇദ്ദേഹത്തെ പോലെ ഒരാൾ വളരെ സാധാരണക്കാരനായ എന്നെ കുറിച്ചൊക്കെ പറയുമോ? ഞാൻ എന്തായാലും പുറത്ത് നിൽക്കുന്ന സമയത്താണ് ഇത് കേട്ടത്. ഞാനത് കേട്ട സമയത്ത് അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട മാത്രയിൽ തന്നെ
അന്തരീക്ഷത്തിന്റെ സ്വഭാവം പെട്ടെന്ന് മാറുകയാണ് ഉണ്ടായത്. പെട്ടെന്ന് സൂര്യൻ ഇത് കേട്ട് ഭയന്ന് മേഘപാളികൾക്കുള്ളിൽ ഒളിച്ചു. പെട്ടെന്ന് അന്തരീക്ഷം ഇരുണ്ടു. രാവിലെ തൊട്ട് മഴ വന്നു തുടങ്ങി. പിന്നീട് ഞാൻ അടുത്ത ഒരു മച്ചിപ്പശു നിപ്പുണ്ടായിരുന്നു. ആ മച്ചിപ്പശു ഇദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട സമയം ആ നിമിഷം പ്രസവിച്ചു. തൊട്ടപ്പുറത്തെ വീട്ടിൽ തളർവാദം പിടിപെട്ട് കിടന്ന ഒരു അമ്മാവൻ, പാരലിസിസ് വന്നിട്ട് തളർവാദം പിടിപെട്ട് കിടന്നിരുന്ന ഒരു അമ്മാവൻ, അദ്ദേഹം ഇറങ്ങി ഓടി. 2 റൗണ്ട് ഓടിക്കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ആവേശം തീരാഞ്ഞ് അദ്ദേഹം ഇപ്പൊ തെങ്ങിക്കറി 3 ചെന്തങ്ങ് വിട്ട് വെട്ടി കരിക്കും കുടിച്ചുകൊണ്ട് ഇപ്പൊ അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വീണ്ടും ചിന്തിക്കുന്നത്, ഇദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞല്ലോ, ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ഞാൻ ഒരുപാട് കൃതാർത്ഥനായി. അങ്ങയുടെ വാക്കുകളിലെ അനർഗള നിർഗളമായ ഒഴുക്ക്, പറയുമ്പോൾ മുഖത്ത് സമുദ്രത്തെ പോലും തോൽപ്പിക്കുന്ന ശാന്തഭാവവും, അതേസമയം വാക്കുകളിൽ തിളയ്ക്കുന്ന അഗ്നിയും, അഗ്നിയിൽ സ്ഫുടം ചെയ്ത് കീച്ചുകൂളയിൽ സൃഷ്ടാവം ചെയ്യപ്പെട്ട് ജനിച്ചു വന്ന ഒരു പ്രത്യേക ബീജത്താൽ സൃഷ്ടിക്കപ്പെട്ട ലോകത്ത് ഇങ്ങനൊരു ബീജം ഇനി ഒരു കാലത്തും ഉണ്ടാവില്ലേ എന്നൊരു പ്രാർത്ഥനയോടുകൂടി അങ്ങേക്ക് എല്ലാ രീതിയിലുമുള്ള പ്രാർത്ഥനകളും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് പലരും ചോദിക്കാറുണ്ട്, ബിഗ് ബ്രദർ പോലത്തെ ഷോകളിലേക്കൊക്കെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് പോയി വിജയിക്കാൻ കഴിയുമോ? ശില്പാ ഷെട്ടി എങ്ങാണ്ട് പണ്ട് പോയിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വംശീയ അധിക്ഷേപത്തിന്റെയൊക്കെ പുറത്തായിരുന്നു. എന്നിരുന്നാലും ആ കഴിവ് കൊണ്ട്, അതായത് ബോക്സിംഗിലാണെന്നുണ്ടെങ്കിൽ മൈക്ക് ടൈസനെ തോൽപ്പിക്കും, അഭിനയത്തിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലോകത്തെ ഏത് പ്രഗത്ഭരെയും മത്സരിച്ച് തോൽപ്പിക്കും. എന്ത് ചെയ്താലും ആ മേഖലയിലെ ഏറ്റവും ഉന്നതി കൈവരിക്കാൻ ശേഷിയുള്ള ഒരു മനുഷ്യൻ ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കി, യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടാക്കി ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഈ ഒരു മനുഷ്യൻ, ഇദ്ദേഹം ഒരുപക്ഷെ 1893 അമേരിക്കയിൽ പോയിട്ട് ചിക്കാഗോയിൽ സ്വാമി വിവേകാനന്ദൻ ഒരു വലിയ പ്രഭാഷണം നടത്തി ലോകത്തെ മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആരുടെയെങ്കിലും ഒരു ശബ്ദം കേൾക്കാൻ മലയാളിയും ലോകവും ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെയാണ്. ഇദ്ദേഹം എന്നെ കുറിച്ച് പറഞ്ഞത് എനിക്ക് അങ്ങയുടെയൊക്കെ മുന്നിൽ ഞാൻ ആര്. താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, അപ്പൊ അതാണ് അഖിൽമാരാറ് കൊടുത്ത മറുപടി. അപ്പൊ അതെന്ന് പറഞ്ഞാൽ പ്യൂർ റൂക്ക്, അല്ലാണ്ട് അതിനെപ്പറ്റി വേറൊന്നും പറയാനില്ല. അപ്പൊ എന്താണ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ കമന്റ് ആയിട്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ, എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.